ലോഗോസ് ക്യൂസ് 2024 പഠന ഭാഗമായ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 1. ചോദ്യം 1. ആരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്നാണ് ഇസ്രായേൽ ജനം കർത്താവിന്റെ മുൻപിൽ ആരാഞ്ഞത്? ഉത്തരം: കാനാൻ നിവാസികളോട്. ചോദ്യം 2. ആരുടെ മരണത്തിന് ശേഷമാണ് കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാദ്യം പോകണം എന്ന് ഇസ്രായേൽ ജനം കർത്താവിന്റെ സന്നിധിയിൽ ആരാഞ്ഞത്? ഉത്തരം: ജോഷ്വയുടെ. ചോദ്യം 3. ആര് ആദ്യം പോകട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം: യൂദ. ചോദ്യം 4. യൂദ ആദ്യം പോകട്ടെ എന്ന് കർത്താവ് പറഞ്ഞതിന് കാരണമെന്ത്? ഉത്തരം: ഇതാ ഞാൻ ആ ദേശം അവന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ചോദ്യം 5. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് എന്നോട് കൂടെ വരുക എന്ന് യൂദ ആരോടാണ് പറഞ്ഞത്? ഉത്തരം: ശിമയോനോട്. ചോദ്യം 6. ആരോട് നമുക്ക് പോരാടാമെന്നാണ് യൂദ സഹോദരനായ ശിമയോനോട് പറഞ്ഞത്? ഉത്തരം: കാനാന്യരോട്. ചോദ്യം 7. ഞാനും നിന്നോട് കൂടെ എവിടേക്ക് പോരാം എന്നാണ് ശിമയോൻ പറഞ്ഞത്? ഉത്തരം: നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേശത്തേക്ക്. ചോദ്യം 8. ദൈവം ആരെയെല്ലാമാണ് യൂദയായുടെ കൈകളിൽ ഏൽപ്പിച്ചത്? ഉത്തരം: കാനാന്യരെയും പെരീസ്യരെയും. ചോദ്യം 9. യൂദ എത്ര പേരെയാണ് ബസേക്കിൽ വെച്ച് പരാജയപ്പെടുത്തിയത്? ഉത്തരം: 10,000 പേരെ. ചോദ്യം 10. ബസേക്കിൽ വെച്ച് അവർ യുദ്ധം ചെയ്തത് ആരോട്? ഉത്തരം: അദോണി ബസേക്കിനോട്. ആരാണ് പലായനം ചെയ്തത്? ഉത്തരം: അദോണി ബസേക്ക്. ചോദ്യം 12. പലായനം ചെയ്ത അദോണി ബസേക്കിനെ അവർ പിന്തുടർന്ന് ചെയ്തത് എന്ത്? ഉത്തരം: കൈകാലുകളുടെ പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞു. ചോദ്യം 13. എന്തു ഛേദിക്കപ്പെട്ട രാജാക്കന്മാരെ കുറിച്ചാണ് അദോണി ബസേക്ക് പറഞ്ഞത്? ഉത്തരം: കൈകാലുകളുടെ പെരുവിരലുകൾ. ചോദ്യം 14. കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട എത്ര രാജാക്കന്മാർ ഉണ്ടായിരുന്നു എന്നാണ് അദോണി ബസേക്ക് പറഞ്ഞത്? ഉത്തരം: 70. ചോദ്യം 15. കൈകാലുകളുടെ പെരുവിരൽ ഛേദിക്കപ്പെട്ട 70 രാജാക്കന്മാർ തന്റെ മേശയ്ക്ക് കീഴിലെ എന്ത് പെറുക്കി തിന്നിരുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം: ഉച്ഛിഷ്ടം. ചോദ്യം 16. അവർ അദോണി ബസേക്കിനെ എവിടേക്കാണ് കൊണ്ടുവന്നത്? ഉത്തരം: ജെറുസലേമിൽ. ചോദ്യം 17. യൂദാ ഗോത്രക്കാർ ആർക്കെതിരായാണ് യുദ്ധം ചെയ്തത്? ഉത്തരം: ജെറുസലേമിന്. ചോദ്യം 18. ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്ത യൂദാ ഗോത്രക്കാർ അതിലെ നിവാസികളെ എന്തു ചെയ്തു? ഉത്തരം: വാളിനിരയാക്കുകയും നഗരത്തിന് തീ വയ്ക്കുകയും ചെയ്തു. ചോദ്യം 19. ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്തതിനു ശേഷം യൂദാ ഗോത്രം ആരോടാണ് യുദ്ധം ചെയ്തത്? ഉത്തരം: നെഗേബിൽ മലയോരങ്ങളിലും താഴ്വരകളിലും താമസിച്ചിരുന്ന കാനാന്യരോട്. ചോദ്യം 20. ജെറുസലേം ഗോത്രക്കാർക്കെതിരെ യുദ്ധം ചെയ്തതിനു ശേഷം യൂദാ ഗോത്രക്കാർ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട കാനാന്യർ എവിടെയാണ് താമസിച്ചിരുന്നത്? ഉത്തരം: ഹെബ്രോണിൽ. ചോദ്യം 21. ഹെബ്രോണിന്റെ പണ്ടത്തെ പേര് എന്ത്? ഉത്തരം: കിരിയാത്ത് അർബ. ചോദ്യം 22. ഹെബ്രോണിൽ താമസിച്ചിരുന്ന കാനാന്യരോട് യുദ്ധം ചെയ്ത യൂദാ ഗോത്രം ആരെയെല്ലാമാണ് പരാജയപ്പെടുത്തിയത്? ഉത്തരം: ഷെഷായി, അഹിമാൻ, തൽമായി. ചോദ്യം 23. കാനാന്യരോട് യുദ്ധം ചെയ്ത അവർ പിന്നീട് ഏത് ദേശക്കാരോടാണ് യുദ്ധം ചെയ്തത്? ഉത്തരം: ദബീർ ദേശക്കാരോട്. ചോദ്യം 24. ദബീറിന്റെ പഴയ പേര് എന്ത്? ഉത്തരം: കിരിയാത്ത് സേഫർ. ചോദ്യം 25. കാലേബിന്റെ മകളുടെ പേരെന്ത്? ഉത്തരം: അക്സ. ചോദ്യം 26. ഏത് ദേശം ആക്രമിച്ച് കീഴടക്കുന്നവന് എന്റെ മകൾ ഭാര്യയായി നൽകും എന്നാണ് പറഞ്ഞത്? ഉത്തരം: കിരിയാത്ത് സേഫർ. ചോദ്യം 27. കാലേബിന്റെ ഇളയ സഹോദരൻ ആര്? ഉത്തരം: കെനാസ്. ചോദ്യം 28. കാലേബിന്റെ ഇളയ സഹോദരന്റെ പുത്രൻ ആര്? ഉത്തരം: ഒത്നിയേൽ. ചോദ്യം 29. കിരിയാത്ത് സേഫർ പിടിച്ചടക്കിയത് ആര്? ഉത്തരം: ഒത്നിയേൽ. ചോദ്യം 30.
ഒത്നിയേൽ കാലേബിനോട് എന്താവശ്യപ്പെടാനാണ് അക്സ നിർബന്ധിച്ചത്? ഉത്തരം ഒരു വയൽ. ചോദ്യം 31. അക്സ കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങവേ കാലേബ് അവളോട് ചോദിച്ചത് എന്ത്? ഉത്തരം നീ എന്താണ് ആഗ്രഹിക്കുന്നത്? ചോദ്യം 32. നീ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ച കാലേബിനോട് അക്സ പറഞ്ഞത് എന്ത്? ഉത്തരം എനിക്ക് ഒരു സമ്മാനം വേണം. ചോദ്യം 33. എവിടെയാണല്ലോ എന്നെ പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് അക്സ പറയുന്നത്? ഉത്തരം നെഗേബിലാണല്ലോ. ചോദ്യം 34. നെഗേബിലാണല്ലോ എന്നെ പാർപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എന്ത് തരിക എന്നാണ് അക്സ പറയുന്നത്? ഉത്തരം ഏതാനും നീർച്ചാലുകളും. ചോദ്യം 35. എവിടെയെല്ലാമുള്ള നീർച്ചാലുകളാണ് കാലേബ് വിട്ടുകൊടുത്തത്? ഉത്തരം മലയിലും താഴ്വരയിലും. ചോദ്യം 36. മോശയുടെ അമ്മായിയപ്പൻ ആര്? ഉത്തരം കേന്യൻ. ഗോത്രക്കാരോട് കൂടെ മരുഭൂമിയിലേക്ക് പോയത്? ഉത്തരം കേന്യന്റെ പിൻഗാമികൾ. ചോദ്യം 38. കേന്യന്റെ പിൻഗാമികൾ ഏത് നഗരത്തിൽ നിന്നുമാണ് മരുഭൂമിയിലേക്ക് പോയത്? ഉത്തരം ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന്. ചോദ്യം 39. ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന് എന്തിനു സമീപമുള്ള മരുഭൂമിയിലേക്കാണ് പോയത്? ഉത്തരം നെഗേബിൽ ആരാധന സമീപമുള്ള. ചോദ്യം 40. കേന്യന്റെ പിൻഗാമികൾ യൂദ ഗോത്രക്കാരുടെ കൂടെ ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന് പോയ മരുഭൂമിയുടെ പേര് എന്ത്? ഉത്തരം യൂദ. ചോദ്യം 41. യൂദ മരുഭൂമിയിൽ വാസമുറപ്പിച്ചതിന് ശേഷം യൂദ ആരോടൊപ്പമാണ് പുറപ്പെട്ടത്? ഉത്തരം സഹോദരനായ ശിമയോനോടൊത്ത്. ചോദ്യം 42. യൂദ സഹോദരനായ ശിമിയോനോടൊത്ത് പുറപ്പെട്ട് എവിടെ താമസിച്ചിരുന്ന കാനാന്യരെയാണ് പരാജയപ്പെടുത്തിയത്? ഉത്തരം സേഫാത്ത്. ചോദ്യം 43. സേഫാത്ത് നിവാസികളായ കാനാന്യരെ യൂദ നിശേഷം നശിപ്പിച്ചതിന് ശേഷം ആ പട്ടണത്തിന് ലഭിച്ച പേര് എന്ത്? ഉത്തരം ഹോർമ. ചോദ്യം 44. ഹോർമയ്ക്ക് പുറമെ അവർ ആക്രമിച്ചു കീഴടക്കിയ കൈവശപ്പെടുത്തിയ മറ്റു 3 നഗരങ്ങൾ ഏവ? ഉത്തരം ഗാസ, അഷ്കലോൺ, എക്രോൺ. ചോദ്യം 45. ഏത് നിവാസികളെയാണ് യൂദ ഗോത്രത്തിന് തുരത്താൻ കഴിയാതെയിരുന്നത്? ഉത്തരം താഴ്വര നിവാസികൾ. ചോദ്യം 46. താഴ്വര നിവാസികളെ തുരത്താൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട്? ഉത്തരം താഴ്വര നിവാസികൾക്ക് ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നതിനാൽ. ചോദ്യം 47. ആര് പറഞ്ഞിരുന്നത് പോലെയാണ് ഹെബ്രോൺ കാലേബിന് കൊടുത്തത്? ഉത്തരം മോശ. ചോദ്യം 48. ഹെബ്രോണിൽ നിന്ന് കാലേബ് പുറത്താക്കിയത് ആരെ? ഉത്തരം അനാക്കിന്റെ 3 പുത്രന്മാരെ. ചോദ്യം 49. ജെറുസലേം നിവാസികളെ പറയുന്ന പേരെന്ത്? ഉത്തരം ജബൂസിയർ. ചോദ്യം 50. ജെറുസലേം നിവാസികളായ ജബൂസിയരെ പുറത്താക്കാതിരുന്ന ഗോത്രം ഏത്? ഉത്തരം ബെഞ്ചമിൻ. ചോദ്യം 51. ബദേലിനെതിരെ പുറപ്പെട്ട ഗോത്രം ഏത്? ഉത്തരം ജോസഫിന്റെ ഗോത്രം. 52. ബദേൽ നഗരം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ഉത്തരം ലൂസ്. ചോദ്യം 53. ബദേൽ ഒറ്റുനോക്കാൻ ജോസഫിന്റെ ഗോത്രം അയച്ച ചാരന്മാർ എന്താണ് കണ്ടത്? ഉത്തരം നഗരത്തിൽ നിന്ന് ഒരാൾ വെളിയിലേക്ക് വരുന്നത്. ചോദ്യം 54. നഗരത്തിൽ നിന്ന് വെളിയിലേക്ക് വന്ന ഒരാളോട് ചാരന്മാർ പറഞ്ഞത് എന്ത്? ഉത്തരം നഗരത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരുക. ചോദ്യം 55. നഗരത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരിക, എങ്കിൽ എപ്രകാരം ഞങ്ങൾ നിന്നോട് വർത്തിക്കും എന്നാണ് നഗരത്തിൽ നിന്നും വന്ന ഒരാളോട് അവർ പറഞ്ഞത്? ഉത്തരം ദയാപൂർവം. ചോദ്യം 56. അവർ നഗരത്തെ വാളിനിരയാക്കിയെങ്കിലും ചാരന്മാർ വെറുതെ വിട്ടത് ആരെ? ഉത്തരം അവനെയും അവന്റെ കുടുംബത്തെയും. ചോദ്യം 57. ജോസഫിന്റെ ഗോത്രം ആരുടെ നാട്ടിൽ ചെന്നാണ് ഒരു നഗരം പണിതത്? ഉത്തരം ഹിത്യരുടെ. ചോദ്യം 58. ഹിത്യരുടെ നാട്ടിൽ അവർ പണിത നഗരത്തിന് നൽകിയ പേരെന്ത്? ഉത്തരം ലൂസ്. ചോദ്യം 59. മനാസെ പുറത്താക്കാതിരുന്നത് ഏതെല്ലാം പട്ടണങ്ങളിലെ നിവാസികളെയാണ്? ഉത്തരം ബേത്ത്ഷെയാൻ,
താനാക്ക്, ദോർ, ഇബ്ലയാം, മെഗീദോ. ചോദ്യം 60. ഇസ്രായേൽക്കാർ പ്രബലരായപ്പോൾ ആരെ കൊണ്ടാണ് അടിമവേല ചെയ്യിപ്പിച്ചത്? ഉത്തരം കാനാൻകാരെ കൊണ്ട്. ചോദ്യം 61. എഫ്രായിം ഗോത്രം പുറത്താക്കാതിരുന്ന കാനാന്യർ ആര്? ഉത്തരം ഗസർ നിവാസികളായ കാനാന്യർ. ചോദ്യം 62. സെബുലൂൺ ഗോത്രം പുറത്താക്കാതിരുന്നത് ഏത് നഗരത്തിലെ നിവാസികളെ ആയിരുന്നു? ഉത്തരം കിത്രോൻ നഹർ. ചോദ്യം 63. ബെത് ഷെമേഷിലെയോ ബെത് അനാത്തിലെയോ നിവാസികളെ പുറത്താക്കാതിരുന്ന ഗോത്രം ഏത്? ഉത്തരം നഫ്താലി ഗോത്രം. ചോദ്യം 64. അക്കോ സീദോൻ നിവാസികളെ പുറത്താക്കാതിരുന്ന ഗോത്രം ഏത്? ഉത്തരം ആഷേർ. ചോദ്യം 65. നഫ്താലി ഗോത്രത്തിന് അടിമകളായി തീർന്ന നിവാസികൾ ആരെല്ലാം? ഉത്തരം ബെത് ഷെമേഷ്, ബെത് അനാത്ത്. ചോദ്യം 66. ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടത് ആര്? ഉത്തരം അമോര്യർ. ചോദ്യം 67. താഴ്വരയിലേക്ക് നീങ്ങുന്നതിന് അമോര്യർ അനുവദിക്കാതിരുന്നത് ആരെ? ഉത്തരം ദാൻ ഗോത്രത്തെ. ചോദ്യം 68. അമോര്യർ എവിടെയെല്ലാമാണ് താമസം തുടർന്നത്? ഉത്തരം ഹാർ ഹെസേറിലും അയലോണിലും ഷാൽഭീമിലും. ചോദ്യം 69. അമോര്യരുടെ മേൽ ശക്തിപ്പെട്ട ഗോത്രം ഏത്? ഉത്തരം ജോസഫിന്റെ ഗോത്രം. ചോദ്യം 70. അമോര്യരുടെ അതിർത്തി എവിടെ നിന്ന് തുടങ്ങുന്നു? ഉത്തരം സേല. ചോദ്യം 71. അമോര്യരുടെ അതിർത്തി എവിടെ വരെ ആയിരുന്നു? ഉത്തരം അക്രാബിം കയറ്റം വരെ. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: യൂദായുടെ സഹോദരൻ ആരായിരുന്നു? നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. നന്ദി.